ഹരി ഓം. ദശകം 72, ശ്ലോകം 3. സോയം ദധേന സുഹൃതി ഭവതോ നിവാസം ഗച്ഛന്മനോരഥഗണാം സ്വൈധാര്യമാണാൻ ആസ്വാദയൻ മുകുരപായ ഭയേന ദൈവം സംപ്രാർത്ഥയൻ ബധിന കിഞ്ചിദഭിവ്യജാനാത്. സഹ അയം സോയം രഥേന സുകൃതീ ഭവതഃ നിവാസം ഭവതോ നിവാസം. സോയം രഥേന സുകൃതീ ഭവതോ നിവാസം ഗച്ഛൻ മനോരഥ ഗണാൻ ത്വയി മനോരഥ ഗണാൻ ത്വയി മനോരഥഗണാം സ്ത്വയി ധാര്യമാണാൻ ഗച്ഛൻ മനോരഥഗണാം സ്ത്വയി ധാര്യമാണാൻ ആസ്വാദയൻ മുഹുഹു അപായ മുഹുരപായ ഭയേന ദൈവം ആസ്വാദയൻ മുഹുരപായ ഭയേന ദൈവം സംപ്രാർത്ഥയൻ പഥി ന കിഞ്ചിത് അപി വ്യജാനാത് സംപ്രാർത്ഥയൻ പഥി ന കിഞ്ചിദപി വ്യജാനാത്. സോയം രഥേന സുഹൃതി ഭവതോ നിവാസം ഗച്ഛൻ മനോരഥഗണാം സ്ത്വയിധാര്യമാണാൻ ആസ്വാദയൻ മുകുരപായ ഭയേന ദൈവം സംപ്രാർത്ഥയൻ പഥി ന കിഞ്ചിദഭിവ്യജാനാത്. ശ്ലോകം 3 അന്വയവും അർത്ഥവും. രഥേന ഭവതഃ നിവാസം ഗച്ഛൻ സുഹൃതി സഹ അയം ത്വയി ധാര്യമാണാൻ മനോരഥഗണാൻ മുഹുഹു ആസ്വാദയൻ അപായഭയേന ദൈവം സംപ്രാർത്ഥയൻ പഥി കിഞ്ചിത് അപി ന വ്യജാനാത്. ഇതാണ് രഥേന ഭവതഃ നിവാസം ഗച്ഛൻ സുഹൃതി സഹ അയം. രഥേന രഥത്തിൽ കയറി ഭവതഃ നിവാസം ഗച്ഛൻ ഭവതഃ നിവാസം ഗച്ഛൻ നിന്തിരുവടിയുടെ നിവാസസ്ഥാനത്തേക്ക് പോകുന്ന എങ്ങനെയുള്ളവൻ സുഹൃതി സഹ അയം ആ സുഹൃതി ആ പുണ്യശാലിയായ ആ അക്രൂരൻ ത്വയി ധാര്യമാണാൻ മനോരഥഗണാൻ മുഹുഹു ആസ്വാദയൻ ത്വയി നിന്തിരുവടിയെ ആ സംബന്ധിച്ച് ആ മനസ്സിലിങ്ങനെ ഓരോന്ന് മനക്കോട്ട കെട്ടുകയാണ്. എന്താണ് ഞാനവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെയായിരിക്കും. നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് വിചാരിച്ചോളൂ. നമുക്ക് അത്രയും ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് ഒരാളെ കാണാൻ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി മുഴുവൻ നമ്മളതായിരിക്കും ചിന്ത. നമ്മളവിടെ ചെല്ലുമ്പം നമ്മളിങ്ങനെ പെരുമാറും, അവരിങ്ങനെ ഇങ്ങോട്ട് പെരുമാറും, അയ്യോ എന്തൊരു സന്തോഷമായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഒരു സ്ഥലം കാണാൻ പോകുമ്പോഴോ ആ സ്ഥലത്തെക്കുറിച്ച് അയ്യോ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയുണ്ടല്ലോ. അതുപോലെ ആ ഭഗവാനെ കാണാനായിട്ട് പോകുന്ന അക്രൂരൻ്റെ ആ മനസ്സിൽ ആ ഉള്ള ആഗ്രഹങ്ങളും ഒക്കെ ആ മനോരഥം അതാണ് പറയുന്നത്. ത്വയി ധാര്യമാണാൻ മനോരഥഗണാൻ മുഹുഹു ആസ്വാദയൻ. അങ്ങനെ ആ മനസ്സിൽ ആ ഉള്ള ആഗ്രഹങ്ങൾ മുഹുഹു ആസ്വാദയൻ അത് വീണ്ടും വീണ്ടും ആസ്വദിച്ചുകൊണ്ടും അപായഭയേന ദൈവം പ്രാർത്ഥയൻ അപായഭയേന ഇനി എന്തെങ്കിലും വിഘ്നങ്ങൾ വന്നു ചേരുമോ എന്നുള്ള ഭയത്താൽ ദൈവം സംപ്രാർത്ഥയൻ ഈശ്വരനോട് വീണ്ടും വണ്ണം പ്രാർത്ഥിച്ചുകൊണ്ടും പഥി എന്ന് പറഞ്ഞാൽ വഴിക്ക് പഥി കിഞ്ചിത് അപി ന വ്യജാനാത് ആ വഴിക്ക് ഒന്നും തന്നെ എന്ന് വെച്ചാൽ പോയ വഴി അറിഞ്ഞതേയില്ല. എത്ര ദൂരമുണ്ടെന്നോ അത്രത്തോളം ദുർഘടമായിരുന്നുവെന്നോ യാതൊന്നെന്ന് വെച്ചാൽ ആ സമയം പോയതറിഞ്ഞില്ല. അവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് മാത്രമേ അറിഞ്ഞുള്ളൂ. അപ്പോൾ അതാണ് ആ അത്രത്തോളം ആഗ്രഹത്തോടു കൂടി പോയതുകൊണ്ട് മനസ്സിൽ ആ വിചാരങ്ങളായിരുന്നു അക്രൂരന്. അപ്പോൾ ആ നിന്തിരുവടിയുടെ ആവാസസ്ഥാനമായ ഗോകുലത്തിലേക്ക് പോകുന്ന ആ രഥത്തിൽ കയറിയിരുന്ന ആ പുണ്യവാനായ അക്രൂരൻ അങ്ങയെക്കുറിച്ചുള്ള മനോരഥങ്ങളെ വീണ്ടും വീണ്ടും ആസ്വദിച്ചുകൊണ്ടും താൻ ആ ശത്രുവിൻ്റെ ദൂതനായതുകൊണ്ട് ആ ഭഗവാനെ ദർശിക്കാനോ പോകുന്നതല്ലേ അതിലെന്തെങ്കിലും തടസ്സം വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ടും ആ തടസ്സങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈശ്വര പ്രാർത്ഥന ചെയ്തുകൊണ്ടും ഇരുന്നതിനാൽ വഴിക്ക് മറ്റ് യാതൊന്നും അറിഞ്ഞതേയില്ല.
सोऽयं रथेन सुहृदी भवतो निवासं गच्छन्मनोरथगणां स्त्वयि आस्वादयन्मुहुरपाय भयेन दैवं सम्प्रार्थयन् पथि न किञ्चिदभिव्यजानात्.